ഹായ് രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞി വീഡിയോ ആണ്. ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ആനപ്പാറ ശ്രീ ബാലസുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഇപ്പോൾ രണ്ട് അമ്പലമായിട്ടാണ്, ഒന്ന് മഹാവിഷ്ണുവിൻ്റെയും പിന്നെ ഒന്ന് സുബ്രഹ്മണ്യൻ്റെയും അമ്പലമായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിലേക്കാണ് തൊഴാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ഈ അമ്പലത്തിൻ്റെ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടുന്ന് നോക്കിയാൽ നേരെ ശാന്തിഗിരി ആശ്രമമൊക്കെ കാണാം, ഏറ്റവും ടോപ്പിൽ. അത്രയും തൊട്ടടുത്താട്ടോ ഇവിടുന്ന്. ശരിക്കും അങ്ങോട്ടേക്ക് ഇതിലേക്ക് കയറായിരുന്നു, പിന്നെ ഇങ്ങനെ ലോട്ടസ് ടെമ്പിൾ ആയതിനു ശേഷം അവിടെയൊക്കെ അടച്ചതാണ്, കയറാൻ പറ്റില്ല. ഇതാട്ടോ ഞാൻ ശാന്തിഗിരി ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളെ ലോട്ടസ് ടെമ്പിൾ. ഈ ലോട്ടസ് ടെമ്പിൾ അറിയാത്തവരായി ഇപ്പോൾ ആരും ഉണ്ടാവില്ല, കാരണം അത്രയും ഫേമസ് ആണിപ്പോൾ. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ മഞ്ഞ് മൂടിയ പോലെ ഉണ്ടാവും കേട്ടോ. അത്രയും അതിമനോഹരമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ള പാറയാണ്, വലിയ പാറകളാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കിടങ്ങുകളൊക്കെ ഉണ്ട്, അതിൽ വെള്ളമുണ്ട്. വീഡിയോയിൽ കാണുന്ന നേരം അവർ നിൽക്കുന്ന നേരം പേടിയാവും, പക്ഷേ വലിയ വീതി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലുള്ളൊരു ചെറിയ കുളാട്ടോ. അപ്പം ഇതിൽ ഗുഹ പോലെയൊക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ മേലെ ആ കല്ല് കാണുന്നത് ആന കല്ലായതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതാട്ടോ പാറ, വലിയ പാറയാട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ പേടി തോന്നും, ഇപ്പോൾ വീഴും എന്നിങ്ങനെ തോന്നും, പക്ഷേ ഒരുപാട് വർഷങ്ങളായിട്ട് അതങ്ങനെ തന്നെയാണ്. ഇതാണ് പാമ്പേഞ്ഞെന്ന് പറയപ്പെടുന്ന സ്ഥലം കേട്ടോ. കറക്റ്റ് പാമ്പിൻ്റെ ആ ഒരു രീതിക്ക് തന്നെ ഉണ്ട്. അമ്പലം കുറേ പുരോഗമിച്ച് പോയിട്ടോ, കാരണം അപ്പുറത്തെ അമ്പലത്തിലായാലും ഈ അമ്പലത്തിലായാലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അമ്പലത്തിൻ്റെ പണികളൊക്കെ അവർ തീർത്തിട്ടുണ്ട്. കുറേ മാറ്റങ്ങൾ വന്നിട്ടോ, ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്തുള്ളതിനെക്കാട്ടും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ അമ്പലത്തിന് സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ, അടിപൊളി വ്യൂ കേട്ടോ. നമുക്ക് എൻ്റെ ഈ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടും സൂപ്പർ വ്യൂ ആണ്. നേരിട്ട് കണ്ടാൽ മാത്രമേ ഉള്ളൂ അറിയാൻ പറ്റുള്ളൂ, അത്രയും മനോഹരമാട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഞങ്ങളിവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് അടുത്ത മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.